ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സത്യമേ, പറയുമ്പോ എല്ലാം പറയണമല്ലോ. കഴിയുമ്പ്രത്തെ കാവ് ഞങ്ങളുടെ കുടുംബക്ഷേത്ര. എല്ലാ ദുരിതങ്ങളും മാറാനായിട്ട് വർഷത്തിലൊരു പൂജ ഞങ്ങൾ അവിടെ നടത്താറുണ്ട്. നാഡീഞരമ്പുകൾക്കുണ്ടാകുന്ന തളർച്ച, ബലക്കുറവ്, ബലക്ഷയം, ഇതിനു മുമ്പ് ആർക്കെങ്കിലും ഇവിടെ പരാലിസിസ് ഒന്ന് കിടപ്പിലായവരുണ്ടോ? ഐ മീൻ ഫാദറിനോ മറ്റാർക്കെങ്കിലും? ഒരാൾക്കും ഇല്ല ഡോക്ടറെ. ഇനിയിപ്പോ അങ്ങോട്ട് ഉണ്ടാകാനും പോകുന്നില്ല. കുറച്ചു നാൾ കൂടി റെസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ കഴിക്കുന്ന മെഡിസിൻ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ ഉടനെ എന്നെ അറിയിക്കണം. ആയിക്കോട്ടെ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ശരി. വീണ്ടും വൈറൽ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്രാവശ്യം ഇച്ചിരി എരിവും പുളിയും കൂടുതലാ, പക്ഷേ വ്യൂവേഴ്സ് കൂടിയിട്ടുണ്ട്. അതെങ്ങനാ? നായകനും നായികയും ആളുകളുടെ ഇടയിൽ ജനകീയരായി കഴിഞ്ഞാൽ പിന്നെ എന്തിട്ടാലും ലൈക്കും ഷെയറും കൂടും. പ്രോത്സാഹനമല്ലേ, പ്രോത്സാഹനം. എന്ത് വീഡിയോയുടെ കാര്യമാ ദേവസ്യ നീ പറയുന്നത്? എന്തൊക്കെയാ പറയുന്നേ? കളക്ടറുടെയും ശിവന്റെയും അവിഹിത യാത്രയുടെ ത്രസിപ്പിക്കുന്ന ദൃശ്യങ്ങൾ. അങ്ങനെയാണ് കേട്ടോ യൂട്യൂബറുടെ ഇതിനുള്ള വിശദീകരണം. സംശയം ഉണ്ടെങ്കിൽ ഇതാ കാണാം. രാത്രിയിൽ അവിചാരിതമായി കണ്ടുമുട്ടി എന്ന് പറഞ്ഞ ആ രണ്ടുപേർ ഇന്ന് എവിടെ എത്തിയിരിക്കുന്നു? ഒരാളുടെ സാരഥിയായിരുന്നു. അർജുനന്റെ സാരഥി കൃഷ്ണനാകാമെങ്കിൽ കളക്ടറുടെ സാരഥി ശിവനാകാം. കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ കാമുകനുമൊത്തുള്ള അഴിഞ്ഞാട്ടം കണ്ടില്ലേ? ഔദ്യോഗിക വാഹനം വരെ ഒഴിവാക്കിക്കൊണ്ടുള്ള കളക്ടറുടെ ഈ സഞ്ചാരം എങ്ങോട്ടാണ്? കൈവിട്ടുപോയി മോളെ, എല്ലാം കൈവിട്ടുപോയി. ഇനി നിനക്ക് ശിവന്റെ മനസ്സിൽ കയറാൻ IAS അപ്പുറം ചാടണം. ഇല്ലെങ്കിൽ കുറഞ്ഞതൊരു IPS എങ്കിലും എടുക്കണം. പറ്റൂ എന്റെ മോൾക്ക്? അങ്കിളെ കാണ്. ഇത് ഞാനുണ്ടാക്കിയ വീഡിയോ അല്ല, ലക്ഷോപലക്ഷം വരുന്ന ആൾക്കാര് കണ്ടു രസിച്ച വീഡിയോയാ. ഞാനിന്ന് അല്പം മുമ്പ് വിചാരിച്ചതേ ഉള്ളൂ ശാരദാമ്മയെ കണ്ടില്ലല്ലോ എന്ന്. അത് ഹോട്ടലിൽ ഓരോരോ തിരക്ക് കാരണം. ഇരിക്കെ. സത്യമേ, ചായ. ശാരദാമ്മയ്ക്കും കൂടി ഒരു ചായ എടുക്ക്. ശരി. ഇവിടെ ഇങ്ങനെ വന്നും പോയി നിൽക്കാനല്ലേ പറ്റൂ. കടയിലെ കാര്യങ്ങളൊക്കെ എന്റെ ഒരു ശ്രദ്ധയില്ലാതെ ഒന്നും നടക്കില്ല. അവരെത്ര നന്നായി കാര്യങ്ങൾ ചെയ്താലും എനിക്ക് ഞാൻ ചെയ്യുന്ന പോലെ തൃപ്തി വരില്ല. അത് എനിക്കും അങ്ങനെയൊക്കെ തന്നെയാ. വിഷ്ണു കൂടെയുള്ളപ്പോ എല്ലാത്തിനും ഒരു ധൈര്യമായിരുന്നേ. ഇപ്പൊ വെറും മരപ്പാവ കണക്ക് എന്തൊക്കെയോ ചെയ്യുന്നു മാത്രം. ഇന്ന് ശാരദാമ്മ ചായ. സത്യമേ, ഞാനിപ്പോ വന്നത് പ്രധാനമായിട്ടും രോഹിത്തിനെ ഒന്ന് വീട്ടിലേക്ക് വിടണമെന്ന് പറയാനാ. അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഏറെക്കുറെ സത്യാമ്മയ്ക്ക് അറിയാലോ. ഞാനും കൂടി ഇവിടെ വന്ന് നിൽക്കുമ്പോ അവിടെ ഒരു പെണ്ണാണെങ്കിൽ വയറ് നിറഞ്ഞു നിൽക്കുക. രാത്രി എന്തെങ്കിലും ആവശ്യം വന്നാ ഒന്ന് ഓടാനോ ഡോക്ടറെ വിളിക്കാനോ ആരാ അവിടെ ഉള്ളത്?
ഗോപാലേട്ടൻ ഒരു ട്രാവൽസിലെ ജോലിയുടെ കാര്യവും പറഞ്ഞ് അതാ വഴിക്കങ്ങ് പോയി. ഇനി ഏതെങ്കിലും ഒരു തിരിവിനെ കയറി വരൂ. മോളിങ്ങനെ നിൽക്കുമ്പോ അവിടെ ഉണ്ടാകേണ്ട ആളല്ലേ? സ്വഭാവത്തിന് ഒരു മാറ്റം ഇല്ല അല്ലേ? ഓ, അതെന്നും സ്വന്തം കാര്യം നോക്കിയിട്ടുള്ള ചരിത്രമേ പറയാനുള്ളൂ. എത്ര പറഞ്ഞാലും തലയിലോട്ട് കേറൂല. പിന്നെ വെറുതെ നമ്മളെന്തിനാ പറഞ്ഞ് വായിലെ വെള്ളം വറ്റിക്കുന്നേ? കഴിഞ്ഞ ദിവസം സുഖമില്ലാതെ വന്നപ്പോ അടുത്തുള്ള കുറുപ്പുമാഷ് കടയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഡോക്ടറെ വിളിക്കാൻ പറ്റി. ശാരദാമ്മ വന്നു. ഇപ്പൊ വന്നേ ഉള്ളൂ. രോഹിത്തിനോട് ശാരദാമ്മ തന്നെ കാര്യം പറഞ്ഞോളൂ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാനേ ശാരദാമ്മയ്ക്കും എന്നെ പോലെ തന്നെ അവകാശമുണ്ട്. എന്താ ശാരദാമ്മ ഇപ്പൊ പ്രശ്നം എന്താ? മോനെ, പ്രശ്നമൊന്നുമില്ല. മോൻ കുറച്ചു ദിവസം ഒന്നവിടെ വീട്ടിൽ വന്ന് നിൽക്കണം. ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ ഇവിടെയല്ലേ. അവിടുത്തെ കടയിലെ കാര്യങ്ങളും പിന്നെ അറിയാലോ ശാരിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ശ്യാമയ്ക്കൊരു സഹായത്തിന് അവിടെ ആരും ഇല്ലാത്ത അവസ്ഥയാ. രോഹിത് ഒന്ന് കുറച്ചു ദിവസം വന്ന് നിന്നാ വലിയ ഉപകാരമായിരിക്കും മോനെ. ഞാൻ അവിടെ തന്നെ സ്ഥിരമായി നിൽക്കുമായിരുന്നെങ്കിൽ ഞാൻ മോനെ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു. അയ്യോ ശാരദാമ്മ, ഇതൊന്നൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആ വീട്ടിലൊരു പ്രശ്നം വന്നാ സഹായിക്കാൻ ഞാൻ ബാധ്യസ്ഥനാ. ഞാൻ വന്നോളാം. ശാരദാമ്മ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. ഒരു മിനിറ്റ്. ഹലോ, പറഞ്ഞോ. പിന്നെ സത്യമേ, പറയുമ്പോ എല്ലാം പറയണമല്ലോ. കഴിയുമ്പുറത്ത് കാവ് ഞങ്ങളുടെ കുടുംബക്ഷേത്ര. എല്ലാ ദുരിതങ്ങളും മാറാനായിട്ട് വർഷത്തിലൊരു പൂജ ഞങ്ങൾ അവിടെ നടത്താറുണ്ട്. അതിനുവേണ്ടി ശാലിനിയും കുഞ്ഞുങ്ങളെ ഒന്ന് കൊണ്ടുപോകണം. നടത്തുമ്പോ വിഷ്ണുവിന് വേണ്ടി കൂടി നടത്തണേ. എവിടെയാണെങ്കിലും എന്റെ കുട്ടി തിരിച്ച് എന്റെ അടുത്ത് എത്തണം. അതിനുവേണ്ടി എത്ര ശക്തി കൂടിയ വഴിപാടാണോ നടത്തേണ്ടത് അതങ്ങ് നടത്തണം. അതിനുള്ള പണമൊക്കെ ഞാൻ തരാം. അയ്യോ, എന്നെ അങ്ങനെയാണോ സത്യമ കണ്ടിരിക്കുന്നത്? വിഷ്ണു എന്റെ മോൻ തന്നെയല്ലേ. ഞാൻ പ്രസവിച്ചില്ലെന്നല്ലേ ഉള്ളൂ. വിഷ്ണുവിന് വേണ്ടി തന്നെയാ ഞങ്ങൾ ഈ പൂജ നടത്തുന്നത്. സത്യമയുടെ പ്രാർത്ഥന ഉണ്ടായാൽ മതി. അതുണ്ടാകാതിരിക്കൂ. എനിക്കെന്റെ മകൻ ഒരാപത്തും കൂടാതെ ഇവിടെ എന്റെ അടുത്ത് വരണം. എനിക്കൊരു മരണം ഉണ്ടാകുന്ന സമയത്ത് അത് അവന്റെ മടിയിൽ തലവെച്ച് തന്നെ കിടന്നാവണം. അതിന് സർവീശ്വരൻ ഇടവരുത്തണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. എന്നാ പോണ്ടേന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ ശിവനെയും കൂട്ടി വിടാം.